ഓയിൽമെന്റ് പുരട്ടിയിട്ട് ആരെങ്കിലും ക്യാൻസർ മാറിയിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പച്ചവെള്ളം കൊണ്ട് ക്യാൻസർ മാറ്റിയവരുണ്ട്, കേരളത്തിലുണ്ട്. ചികിത്സ ഉണ്ട്, പച്ചവെള്ളം കൊണ്ട് ക്യാൻസർ മാറ്റുന്ന ചികിത്സ കേരളത്തിലുണ്ട്. ഉണ്ട്. എല്ലാ രോഗം പച്ചവെള്ളം കൊണ്ട് മാറ്റുന്നവരുണ്ട്. ഒരു മരുന്നും കുടിക്കും, ഒരു ആരോഗ്യവാന്മാരുണ്ട്. ഉണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ വിട്ടികൾ മരുന്ന് കഴിക്കുന്നവരും ലോകത്തെ ഏറ്റവും ബുദ്ധിമാന്മാർ മരുന്ന് കഴിക്കാത്തവരുമാണ്. വേറെ വിഷയം പറയുന്നില്ല. പച്ചവെള്ളം കൊണ്ട് ക്യാൻസർ മാറ്റുന്നവർ കേരളത്തിലുണ്ട്, മാറിയവരുണ്ട്. ചികിത്സയുണ്ട്. എന്താ ചികിത്സ? പച്ചവെള്ളം. ക്യാൻസറിന് ചികിത്സ പച്ചവെള്ളം. ട്യൂമറിന് എന്താ ചികിത്സ? പച്ചവെള്ളം തന്നെ. എല്ലാ രോഗം മാറ്റും പച്ചവെള്ളം കൊണ്ട്. പക്ഷെ എന്ത് വേണം? അതിങ്ങനെ ഇറങ്ങണം. എവിടേക്ക്? അവൻ്റെ ഓരോ നാഡീ ഞരമ്പുകളിലേക്കും ഇറങ്ങണം അതിൻ്റെ തണുപ്പ്. അപ്പോഴേ രോഗം മാറും. പച്ചവെള്ളം കുടിക്കാൻ മെത്തേഡുണ്ട്. മനസ്സിലായി പറഞ്ഞത്? അവർക്ക് പച്ചവെള്ളം കുടിക്കാൻ ഒരു മെത്തേഡുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യംസുൽ മാ, വെള്ളം ഈമ്പി കുടിക്കും. റസൂലുള്ളാഹി കുടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ അറിയും. വെള്ളം കിട്ടിയാൽ ആദ്യം ചുണ്ട് നനക്കും, പിന്നെ നാവ് നനക്കും, പിന്നെ അണ്ണാക്ക് നനക്കും, പിന്നെ മെല്ലെ 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 പോകും. അപ്പം ശരീരം അതിൻ്റെ തണുപ്പ് ആവിലുകൊണ്ട് വെക്കുന്നതോടുകൂടെ അവൻ്റെ മൊത്തം പാസേജ് ക്ലിയർ ആയിരിക്കും. ആ തണുപ്പ് ഇങ്ങനെ രോഗം മാറും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? തിരിച്ചു വരി. മനസ്സിലായല്ലോ പറഞ്ഞത്? പക്ഷെ ഇവിടെ ഉള്ളിൽ ഞാൻ എന്താ പറയുന്നറിയോ? ഈ പച്ചവെള്ളത്തെ പൂർണ്ണമായും അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് രോഗം മാറിയത്. പടച്ചോനെ അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ സിഹർ ബാത്തിലാകാത്തത്. എന്നെ തൊട്ട് ഹബീബായ നബി തുർഫത്തൈനിന് ഒരു സെക്കൻഡ് പോലും മറഞ്ഞിട്ടില്ല. قال أبو الحسن الشاذلي رضي الله عنه. قال الإمام أبو الحسن الشاذلي رضي الله عنه محتجب النبي صلى الله عليه وسلم عني طرفة عين. എനിക്ക് ഓർമ്മ വെച്ചിട്ട് റസൂലുള്ളാഹി എൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്ന സമയം പോലും മാറിയിട്ടില്ല. ലൗ ഹുജിബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. ഒരു സെക്കൻഡ് എങ്ങാനും നബി എന്നിൽ നിന്ന് മറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്നെ മുസ്ലിമായി പരിഗണിക്കുകയില്ല. ഇത് പറഞ്ഞത് അബുൽ ഹസൻ ശാദുലിയ റളിയല്ലാഹു അൻഹു. റിസാലയിലുണ്ട്. ഇമാം ഖുശൈരി റിസാല എൻ്റെ വണ്ടിയിലുണ്ട്. അല്ലാഹു 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 അലൈഹി തവക്കലു അല്ലാഹു അല്ലാഹു അല്ലാഹു. ഉറക്കപ്പറ, ഉറക്കേ ഉറക്കെ. അല്ലാഹു 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 അലൈഹി തവക്കലു അല്ലാഹു അല്ലാഹു അല്ലാഹു. നിന്റെ കോലം കിട്ടിയ തലയെ കിട്ടുകൊണ്ട് എന്തിട കാര്യം? നിന്റെ സൂപ്പർ വെച്ച് മുക്കിയത് തൊപ്പി കൊണ്ട് എന്താ കാര്യം? നീ ആകെ മൂടിയ നീളം കുപ്പം കൊണ്ട് എന്താ കാര്യം? നാട്ടിൽ കാര്യമുണ്ട്. നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആളാന്ന് പറയിപ്പിക്കാം. പടച്ചോനെ നിനക്ക് അനുഭവിക്കാൻ കഴിയില്ലെങ്കിൽ എടാ പച്ചവെള്ളം അനുഭവിച്ചാൽ രോഗം മാറും. അനുഭവിക്കണം, പച്ചവെള്ളം അനുഭവിക്കണം. അങ്ങനെ ശാസ്ത്രമുണ്ട് കേരളത്തിൽ. അങ്ങനത്തെ ശാസ്ത്രമുണ്ട്, എനിക്കറിയാം. അതിന് ചികിത്സിക്കുന്നവരെ എനിക്കറിയാം. ചിന്തിക്കണം. തമാശയല്ല. ഏറ്റുതരം രോഗം മാറ്റും റബ്ബിന്റെ സഹായത്താൽ. പിന്നെ എന്തിനും മാറാത്ത രോഗങ്ങൾ ഉണ്ടാവുമല്ലോ.
ചില കാര്യങ്ങൾക്ക് അള്ളാഹു മരണം വിധിക്കും. അല്ലാതെ അള്ളാഹു ഷിഫാക്ക് ഉദ്ദേശിച്ച രോഗങ്ങളെല്ലാം പച്ചവെള്ളം കൊണ്ട് മാറ്റുന്ന ശാസ്ത്രം കേരളത്തിലുണ്ട്. വമ്പൻ ചികിത്സ നടക്കുന്നുണ്ട്. അതിന് സത്യസന്ധരായ ചികിത്സാരികളും കേരളത്തിലുണ്ട്. എനിക്കറിയാം. എന്താ സംഭവം? അവർ വെള്ളത്തിന് മെത്തേഡ് ഉണ്ടാവും. വെള്ളത്തിൽ ആ മെത്തേഡ് അങ്ങനെ വെള്ളം അങ്ങനെ കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ ഈ ചുണ്ടിൻ്റെ ഇവിടെയുള്ള ഈ ഒരു കോശം മുതൽ ഈ പെരുവിലിൻ്റെ അവസാനം വരെയുള്ള കോശത്തിൽ വരെ എന്ത് വരും? തണുപ്പ് വരും. കാരണം വെള്ളം കുടിക്കല്ല, വെള്ളത്തെ അനുഭവിക്കുക. മനസ്സിലായി പറഞ്ഞു? അങ്ങനെ കുടിക്കാൻ സമ്മതിക്കൂ? അതിന് നേതാവുണ്ട്, മാതൃകാ യോഗ്യനുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാ റസൂലുള്ള ഭക്ഷണത്തെ വെള്ളത്തെ റസൂലുള്ള ഈമ്പി കുടിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുക. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു ആരോഗ്യ പ്രശ്നമില്ലല്ലോ മരണം വരെ പുണ്യ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. അപ്പം നമ്മൾ വളരെ ചിന്തിക്കി പറയുന്നത്. നമ്മളെ പച്ചവെള്ളത്തെ ഉദാഹരിച്ചത് എന്തിനാണ്? മനുഷ്യന് ദീൻ ഒരു അനുഭവമാകാതെ മനുഷ്യന് ദീന് ലോകത്തിലാവണ്ടാവില്ല. ഈ ലോകത്തിലാവണ്ടാവില്ല. പരലോകത്തെ സുഖല്ലേ അതെനിക്കറിയില്ല. ഈ ലോകത്തൊരു ലാഭം ഉണ്ടാവില്ല. എന്ത് ലാഭം? എന്താണ് നിങ്ങളെ ലാഭം എന്ന് പറയും? എന്താണ് മുസ്ലിമായിട്ടുണ്ടായ ലാഭം? എന്താണ് അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് നിങ്ങൾക്ക് ഈ ലോകത്തിൽ ലാഭം ഉണ്ടായത്? എന്താ? നിരീശ്വരവാദിക്കുള്ള ലാഭമല്ലേ ലാഭം? എന്നാൽ ഈ ലോകത്തുണ്ടായ ലാഭം മുഴുവനും ഈ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാക്കിയതല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു ഹാ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലഅനം റൂഹാലിമൻ لا إله غيري يميل لا عيال لا إله لا عيال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അവരുടെ കയ്യിലില്ലായിരുന്നു. അവരുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്ത്? ലാ ഇലാഹ. പിന്നെ ഒരു ലോകം മുഴുവനും അവരെ സ്വീകരിച്ചു. അവർ ചൈനയിൽ ചെന്നപ്പോൾ ചൈനക്കാർ അവരെ സ്വീകരിച്ചു. അവരെവിടെ ചെന്നു അവരൊക്കെ സ്വീകരിച്ചു. അവർ ഫ്രാൻസിൽ ചെന്നപ്പോൾ ഫ്രാൻസുകാരവരെ സ്വീകരിച്ചു. അവർ സ്പെയിനിൽ ചെന്നപ്പോൾ സ്പെയിൻകാരവരെ സ്വീകരിച്ചു. എവിടെയും അവരെവിടെ ചെന്നപ്പോഴും അവരെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. അവർ പേർഷ്യ ചെന്നപ്പോൾ പേർഷ്യക്കാരവരെ സ്വീകരിച്ചു. എന്നിട്ട് അവരെ ആ നാട്ടിലെ ചക്രവർത്തികളാക്കി. 800 കൊല്ലം സ്പെയിൻ എന്നാൽ എന്താ? സ്പെയിനിൽ നിന്നാണ് യൂറോപ്പ് തുടങ്ങുന്നത്. യൂറോപ്പിന്റെ സംസ്കാര ചരിത്രം തുടങ്ങുന്നത്. യൂറോപ്പിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ സംസ്കാര ചരിത്രം തുടങ്ങുക സ്പെയിനിൽ നിന്നാണ്. എവിടെയാ ആരെ സ്പെയിൻ ഭരിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വാഹകർ എത്ര കൊല്ലം ഭരിച്ചു? 800 കൊല്ലം ഭരിച്ചു. ഇവരെ പിൻഗാമികളെ അട്ടിച്ച് പുറത്താക്കി. എന്തുകൊണ്ട്? അവർ നിസ്കരിച്ചിരുന്നു, നോമ്പ് വെച്ചിരുന്നു, പക്ഷെ അവരെ കൽബിൽ ആരില്ല. അടിച്ചു പുറത്താക്കി എന്നുള്ള ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് സ്പെയിനിൽ സംഭവിച്ചത്. ഏറ്റവും വലിയ ദുരന്തം. AD 16 നൂറ്റാണ്ടിൽ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് സ്പെയിനിൽ സംഭവിച്ചത്. ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്തം വർണ്ണിക്കാൻ പോലും കഴിയില്ല. അത്രയും വലിയ ദുരന്തം. സ്പെയിനിലേക്ക് ചെന്നപ്പോൾ അവർ ചെറിയ ഒരു കളി നൗകയിലെ ആളുകളെ ഉള്ളൂ, പക്ഷെ അവരുടെ കൽബിൽ എന്തുണ്ട്? സ്പെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ അവർ കോടിക്കണക്കാ, ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവരുടെ കൽബിൽ അള്ളാഹുവിനെ അനുഭവിച്ചിട്ടില്ല. നിസ്കരിക്കും, മുമ്പ് വിൽക്കും. ഇതന്നെ പ്രശ്നം. പിശാചിനെ ആരാധിക്കുന്നവർ, പിശാചിനെ അനുഭവിക്കുന്നതിൻ്റെ ഒരു 10% പടച്ചോനെ ആരാധിക്കുന്നവർക്ക് പടച്ചോനെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും വിശ്വാസികളായി മാറും. എന്തുകൊണ്ട്? പിശാച് അസത്യവും പടച്ചോൻ സത്യവുമാണ്. അതിൻ്റെ കൂടെ ഇല്ല. വളരെ ചിന്തിക്കുക.